ഈ പരാതി പിൻവലിക്കണമെന്ന് സുജിത് ദാസ് താങ്കളോട് ആവശ്യപ്പെടുന്നു. അതിനുശേഷം 25 വർഷം കൂടി സർവീസ് ഉണ്ടെന്നും ആ സർവീസ് 25ാമത്തെ വയസ്സിലാണ് സർവീസിൽ കയറുന്നതെന്നും താൻ DGP ആയി വിരമിക്കുന്ന കാലം വരെ താങ്കൾക്ക് കടപ്പെട്ടിരിക്കുമെന്നുമാണ് പറയുന്നത്. താങ്കൾ യഥാർത്ഥത്തിൽ ഒരു ഉദ്യോഗസ്ഥനെ കൊണ്ട് താങ്കളോട് കടപ്പെട്ട് ഇരിക്കാൻ അദ്ദേഹത്തെ നിർബന്ധിതനാക്കുന്ന രീതിയിൽ അദ്ദേഹത്തോട് സംസാരിക്കുകയാണോ, അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തുകയാണോ ചെയ്തത്? അതല്ല അദ്ദേഹം സ്വയം അങ്ങയോട് കടപ്പെട്ടിരിക്കാൻ തയ്യാറെടുത്ത് വരികയാണോ ചെയ്തത്? ഡോക്ടർ അരുൺ, ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അദ്ദേഹം പറഞ്ഞത് നിങ്ങളൊക്കെ കേട്ടല്ലോ. എനിക്കെന്താ, ഒരു IPS ഓഫീസർ 25 വർഷം അദ്ദേഹത്തിൻ്റെ സർവീസ് കഴിയുന്നത് വരെ നമ്മുടെ വിനീത വിധേയനായി നമ്മുടെ കൂടെ ഉണ്ടാകുമെന്ന് പറയുമ്പോൾ ഞാനതിപ്പോൾ ഒരു രാഷ്ട്രീയക്കാരൻ എന്ന നിലയ്ക്ക് ഞാനത് യൂട്ടിലൈസ് ചെയ്യണ്ടേ? ഞാനതല്ലല്ലോ ചെയ്തത്. എൻ്റെ വിഷയം അതല്ല. എൻ്റെ വിഷയം ഈ പറയുന്ന MR അജിത് കുമാർ തന്നെയാണ്. ഈ ഗവൺമെൻറ്റിനെയും മുഖ്യമന്ത്രിയെയും ഈ പാർട്ടിയെയും ഈ കോലത്തിലാക്കിയതിൽ ഭയങ്കരമായ പങ്ക് അദ്ദേഹത്തിനുണ്ട്. എൻ്റെ വിശ്വാസം അതാണ്. ജനങ്ങളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത്, പല ഉദ്യോഗസ്ഥരിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയത് അതാണ്. അദ്ദേഹം നല്ല കള്ളനാണ്. അദ്ദേഹത്തിന് പല കള്ളത്തരങ്ങൾ ഈ പുറത്തു വരാൻ നിൽക്കുന്നുള്ളൂ ഡോക്ടർ അരുൺ. ഈ ഗവൺമെന്റ് ഡോക്ടർ അരുൺ, ഇദ്ദേഹം ഈ ഗവൺമെന്റിനെ തെളിയേണ്ട ചില കേസുകൾ അത് അട്ടിമറിച്ചത് ഇദ്ദേഹം തന്നെയാണ്. എൻ്റെ അടുത്ത് തെളിവുണ്ട്, വെറുതെ അല്ല. ഇതെല്ലാം കൂടെ വാരി വലിച്ചപ്പെടുന്നില്ല. ഇവിടെ വളരെ പ്രമാദമായ കേരളം കാതോർത്തിരുന്ന UDFിനെതിരായിട്ടുള്ള UDFിലെ പ്രബലരായിട്ടുള്ള ആളുകളുമായി ബന്ധപ്പെട്ട 1-2 വിഷയങ്ങൾ അതിന് കൃത്യമായി അട്ടിമറിച്ചത് ഈ MR അജിത് കുമാറാണ്. ഡോക്ടർ അരുൺ അറിയോ? താങ്കൾ സോളാർ കേസാണോ ഉദ്ദേശിച്ചത്? ഞാൻ വെറുതെ അങ്ങോട്ട് അല്ലല്ല, അത് നമുക്ക് ലേറ്റർ വി വിൽ സി. ഞാനിപ്പോൾ അതൊന്നും പറയുന്നില്ല. അപ്പോൾ ADGP അജിത് കുമാർ ഒരുപാട് അന്വേഷണം പോലും സർക്കാരിന്റെ ചില കേസ് അന്വേഷണം പോലും അട്ടിമറിച്ചു എന്നാണ് താങ്കൾ പറയുന്നത്. തീർച്ചയായിട്ടും സർക്കാരിൻ്റെ കേസന്വേഷണം മാത്രമല്ല അട്ടിമറിച്ചിരിക്കുന്നത്. കേരളത്തിലെ ജനം ആഗ്രഹിച്ച ചില കാര്യങ്ങളിൽ സത്യം പുറത്തു വരാതിരിക്കാൻ വേണ്ടിയിട്ട് വളരെ ഗെയിമാണ്. സുജിത് ദാസ് പറഞ്ഞ് നിങ്ങൾ കേട്ടില്ല, അവർക്കൊക്കെ പേടിയാണ്, ഭയമാണ്. അതുകൊണ്ട് എന്താണോ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് അതായിരിക്കും കേസിൻ്റെ റിസൾട്ട്. ഞാൻ ഒറ്റ കാര്യം കൂടി സൂചിപ്പിക്കാം. ഇടവണ്ണ ഒരു കൊലപാതകം നടന്നിരുന്നു 2-3 വർഷം മുമ്പ്. ഒരു വെടിവെപ്പ് കേസ്. ഒരുത്തൻ തലക്ക് വെടിവെച്ച് കൊന്നതാണ്. ആ കേസ് ഇവർ അവസാനിപ്പിച്ചത് പുറത്ത് വരാൻ നിൽക്കുന്നേ ഉള്ളൂ. അത് ഈ പറയുന്ന MR അജിത് കുമാറിൻ്റെ നിർദ്ദേശപ്രകാരം ഒരുത്തൻ വെടിവെച്ച് കൊന്നപ്പോൾ അതിനൊരു കള്ള സ്റ്റോറി ഉണ്ടാക്കി മരിച്ച ആ വ്യക്തിയുടെ ഭാര്യയെ ഭീകരമായി മർദ്ദിച്ച് അവരെ കൊണ്ടൊരു കള്ള സ്റ്റേറ്റ്മെൻറ്റ് എടുപ്പിച്ചത് പുറത്തു വരാൻ പോവാണ്. കാരണം ആ സ്റ്റേറ്റ്മെൻറ്റ് എടുപ്പിച്ചില്ലെങ്കിൽ ഈ കേസ് വേറെ വഴിക്ക് പോകും. അതൊരു കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട വിഷയമായിരുന്നു. അതിൻ്റെ പകയുടെ ഭാഗമായിട്ടാണ്, സാമ്പത്തിക ഇടപാടിൻ്റെ ഭാഗമായിട്ടാണ് യഥാർത്ഥത്തിൽ ഈ വെടിവെച്ച് അവൻ മരിക്കുന്നത്. പിന്നെ MR അജിത് കുമാറുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ശൃംഖല ഇവിടുത്തെ കരിപ്പൂർ സ്വർണ്ണക്കടത്തുമായിട്ട് നിൽക്കുന്നുണ്ട്. ഞാനതിന്റെ ഡീറ്റെയിൽസുമായിട്ട് കരിപ്പൂർ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട ഒരു ശൃംഖല ക്രമസമാധാന ചുമതലയുള്ള ADGPയുടെ നേതൃത്വത്തിലുണ്ട് എന്നാണ് താങ്കൾ പറയുന്നത്. തീർച്ചയായിട്ടും അതിലേക്ക് തന്നെയാണ് വരുന്നത്. ഞാനതിനെ കുറച്ച് തെളിവുകൾ എടുത്തുകൊണ്ടിരിക്കുക. ഞാൻ പറയുന്നത് വളരെ ഷോർട്ടായിട്ട് ഈ കാര്യം പറയാം. ആ കേസ് യഥാർത്ഥത്തിൽ സത്യസന്ധമായി അന്വേഷിച്ചാൽ അത് വേറെ വഴിയിലേക്ക് തിരിച്ചു പോകും. അപ്പോൾ എന്താക്കി കേസ്, എന്താ സ്റ്റേറ്റ്മെൻറ്റ്? ഈ മരിച്ച വ്യക്തിയുടെ ഭാര്യയോട് ഇവരെടുത്ത സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്നറിയോ? ഈ മരിച്ച വ്യക്തിക്ക് ഈ വെടിവെച്ച വ്യക്തിയുടെ ഭാര്യയുമായി അവിഹിത ബന്ധമുണ്ടായിരുന്നു. ആ വൈരാഗ്യത്തിനാണ് ഇദ്ദേഹം തൻ്റെ ഭർത്താവിനെ വെടിവെച്ച് കൊന്നത് എന്ന് ആ പാവപ്പെട്ട കുട്ടിയോട് ഇവർ സ്റ്റേറ്റ്മെൻറ്റ് എഴുതി വാങ്ങി. ഡോക്ടർ അരുൺ, ഒരു ബേസും ഇല്ലാതല്ലേ ഞാൻ പറയുന്നത്, ഒരു ബേസും ഇല്ലാതല്ലേ പറയുന്നത്. ബേസുണ്ട്, അതൊക്കെ പുറത്തേക്ക് വരും. ഇതാണ് നമ്മുടെ ആഭ്യന്തര വകുപ്പിന്റെ അവസ്ഥയെങ്കിൽ ഈ ക്രമസമാധാന ചുമതലയുള്ള ADGPയുടെ ഭരണത്തിൻ്റെ കീഴിൽ എങ്ങനെയാണ് നമുക്ക് സുരക്ഷിതമായിട്ട് ഉറങ്ങാൻ കഴിയുക? PV അൻവർ, അല്ല, ഉറങ്ങാൻ കഴിയും. അത് എനിക്ക് എൻ്റെ ഡ്യൂട്ടി ഞാൻ ചെയ്യുകയാണ്.
എനിക്ക് ഈ ഗവൺമെൻറ്റിനെയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെയും പാർട്ടിയെയും അതിനോടുള്ള കമ്മിറ്റ്മെൻറ്റ്, ഞാനൊരു കോൺഗ്രസ്സുകാരനായിരുന്നു. ഈ അങ്ങാടിയിൽ ഒരു വിലയില്ലാതെ നടക്കുമ്പോൾ ഈ പറയുന്ന കോൺഗ്രസ്സിലെ ഗ്രൂപ്പ് വഴക്കിൽ പെട്ട് ഒരു നിവൃത്തിയില്ലാതെയാണ് നമ്മൾ ഈ പ്രസ്ഥാനം വിട്ടു പോകുന്നത്. ഞാൻ DICയിലായിരുന്നു അവസാനം. ആ ഒരു ഘട്ടത്തിൽ എന്നെ MLA ആകാൻ സഹായിച്ച് ജനങ്ങളോടൊപ്പം നിർത്തി എന്നെ സഹായിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ആയിരക്കണക്കിന് സഖാക്കൾ അതിനു വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. അവരുടെയൊക്കെ എന്താ പറയുക, ഒരു സ്വപ്നമാണ് ഈ ഗവൺമെൻറ്. ഈ നാട്ടിലെ പാവങ്ങളുടെ ഒരു അത്താണിയാണ്. അതിന് നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ഉൾപ്പെടെ വരുതിയിലാക്കാൻ, അല്ലെങ്കിൽ അവർക്ക് ഈ പറയുന്ന അവരുടെ ലക്ഷ്യത്തിന് വിരുദ്ധമായി ഞാൻ ഈ ഗവൺമെൻറ്റിൻ്റെ ആളാണ് എന്ന് വരുത്തി തീർത്ത്, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ജനങ്ങളെ ഈ ഗവൺമെൻറ്റിനെ എതിരാക്കാനുള്ള പ്രവർത്തികൾ മാത്രം ചെയ്യുന്ന ഈ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും വലിയ ശത്രു, ഈ പാർട്ടിയുടെ ശത്രു, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ശത്രു, അതാണ് MR അജിത് കുമാർ അക്കോർഡിംഗ് ടു മീ. Debate with Arun Kumar.